ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ജീവിപ്പാൻ ആവശ്യമായ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സർവശക്തനായ ദൈവം പ്രദാനം ചെയ്യുന്നതിന് ദൈവത്തിന് പ്രത്യേക നന്ദി പറയുകയാണ്. 40-ാം സങ്കീർത്തനം 1 മുതലുള്ളതായ വാക്യങ്ങൾ: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ നിലവിളിയുടെ അകമ്പടിയോടുകൂടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നതായ വ്യക്തി. കാത്തിരിപ്പ് സഹിഷ്ണുത ആവശ്യമുള്ള കാര്യമാണ്. ഇവിടെ കാത്തിരിക്കുന്നത് നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നുകൊണ്ടാണ്. നാശകരമായ കുഴി, ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കുഴികളിൽ അകപ്പെടും. അത് തിന്മയുടെ രൂപത്തിലുള്ള ഇടങ്ങളായിരിക്കും. ചിലതിനകത്ത് അകപ്പെട്ടു പോവുകയാണ്. സ്വയം അകപ്പെടുകയല്ല, എന്തൊക്കെയോ സാഹചര്യം കൊണ്ട്, ഏതൊക്കെയോ സംഭവങ്ങൾ കൊണ്ട് അതിലേക്ക് ആയിത്തീരുകയാണ്, അകപ്പെടുകയാണ്. വലയിൽ അകപ്പെടുന്നത് പോലെ കുഴിയിൽ അകപ്പെടുകയാണ്. കുഴി പരിമിതിപ്പെടുത്തി കളയുന്നതാണ്. അധികം സമയങ്ങൾ ഒരു വ്യക്തിക്ക് കുഴിക്കകത്ത് കിടക്കാനായിട്ട് കഴിയുകയില്ല. നാശകരമായ കുഴി, കുഴഞ്ഞതായ ചേറ്, ഒരുപക്ഷെ ചില ശീലങ്ങളായിരിക്കാം, ശൈലികളായിരിക്കാം, ജീവിതത്തിൽ വന്നതായ പാളിച്ചകളോ പരാജയങ്ങളോ ആയിരിക്കാം, പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയാൽ സംഭവിച്ച സംഭവങ്ങളായിരിക്കാം. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കത്തക്ക നിലയിൽ അകപ്പെട്ടിരിക്കുന്നതായ കുഴി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുമ്പോൾ ഈ ഭക്തൻ, ഈ മനുഷ്യൻ ചെയ്ത കാര്യം ദൈവത്തോട് നിലവിളിച്ചു എന്നുള്ളതാണ്. നിലവിളിക്കുന്ന വ്യക്തിക്കു വേണ്ടി ചെവി ചായ്ക്കുന്നവനാണ് ദൈവം. കിടക്കുന്ന ഇടം എന്തുമായിക്കൊള്ളട്ടെ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരണം എന്ന് മനസ്സുരുകി, ഉള്ളുരുകി, മറ്റെങ്ങും മനസ്സു മാറാതെ, ഏകാഗ്രത നഷ്ടപ്പെടാതെ ഹൃദയം ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവത്തോട് നിലവിളിച്ചാൽ ഇരിക്കുന്ന ഇടത്തേക്ക്, ആവശ്യക്കാരൻ എവിടെയാണോ ഇരിക്കുന്നത്, അത് കാരാഗ്രഹത്തിലായാലും ആടിയുലയുന്ന കപ്പലിലായാലും ആവശ്യബോധത്തോട് ഉള്ളുരുകി നിലവിളിക്കുന്ന വ്യക്തിയുടെ അരികിലേക്ക് ചെവി ചായ്ക്കുന്നവനാ ദൈവം. കടുങ്കെട്ട് പോലെ വീണിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ഒരുപക്ഷെങ്കിൽ ഇതെന്നെ നശിപ്പിച്ചേ അടങ്ങുകയുള്ളൂ എന്ന് ഭയപ്പെടുന്നതായ സാഹചര്യങ്ങളായിരിക്കാം. ഇതിൽ നിന്നൊരു മോചനമില്ലെന്ന് ചിന്തിക്കുന്ന സംഭവങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയതായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള പോംവഴി എന്ന് പറയുന്നത് സ്വയപരിശ്രമങ്ങളല്ല. സ്വയപരിശ്രമങ്ങൾ എത്ര നടത്തിയാലും കൂടുതൽ അബദ്ധങ്ങളിലേക്ക് പോകുന്നത് പോലെയുള്ള സാഹചര്യങ്ങളായിരിക്കാം. എന്നാൽ അവിടെ ആവശ്യമായിരിക്കുന്നത് സഹായിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തി ഭക്തൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എല്ലാ മനുഷ്യരും പൂർണ്ണരല്ല. പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ് നാം. ക്രിസ്തുവാകുന്ന തലയോളം വളർച്ച പ്രാപിക്കുവാനുള്ള പ്രയാണത്തിലാണ്. പെർഫെക്റ്റായ ഒരുവനെ ഉള്ളത് കർത്താവ് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വരാം, താഴ്ചകൾ വരാം, തകർച്ചകൾ വരാം, പൊടുന്നനെ സംഭവിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരാം. അപ്പോൾ അതിനകത്തു നിന്ന് കരകയറാൻ കഴിയുമോ എന്നുള്ള ആശങ്കകൾ നമ്മെ ഭരിക്കും. എന്നാൽ ആ സമയത്ത് അത്യാവശ്യമായിരിക്കുന്ന കാര്യം അധരം ദൈവസന്നിധി തുറക്കുക. തകർന്ന നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല. അതൊരു യാഗമാണ്, ഹനനയാഗമാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളുരുകി നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാശകരമായ കുഴിയിൽ കിടന്നുകൊണ്ട് ഉള്ളുരുകി നിലവിളിച്ച ആ ഭക്തൻ്റെ അരികിലേക്ക് ദൈവം ചെവി ചായ്ച്ചു. നിങ്ങളെ കേൾക്കാനോ മനസ്സിലാക്കാനോ നിങ്ങളുടെ ഭാഗം അറിയാനോ ആരുമില്ലെങ്കിലും നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ മാറിപ്പോകുന്നവരുടെ ലോകത്ത് നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ മനസ്സിലാക്കാൻ,
നിങ്ങളുടെ അരികിലേക്ക് ചെവി ചായിച്ച് ജീവൻ തന്ന കർത്താവ് ചേർന്ന് വരികയാണ്. ദൈവം നിങ്ങളെ കേൾക്കും. ഇന്ന് പകൽ ചെല്ലോട് ദൈവാത്മാവ് പറയുക, നിങ്ങളെ കേൾക്കാൻ ആരുമില്ലെങ്കിലും നിങ്ങളെ കേൾക്കാൻ ദൈവം ഇറങ്ങി വരും. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ കേൾക്കും. കർത്താവ് കേട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ? നിലവിളി കേട്ട് കഴിഞ്ഞാൽ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറുകയല്ല, കയറാൻ പറ്റത്തില്ല, പക്ഷെങ്കിൽ കർത്താവ് കയറ്റുകയാണ്. കയറത്തില്ല എന്ന് കയറാൻ കഴിയില്ല. അതുപോലെയുള്ള രോഗമായിക്കൊള്ളട്ടെ, പാപമായിക്കൊള്ളട്ടെ, കടബാധ്യതകളായിക്കൊള്ളട്ടെ, നശിപ്പിക്കുന്ന ഇനിയും ഒരു മടങ്ങിവരവില്ലെന്ന് ചിന്തിക്കുന്ന ഏത് കാര്യമായിക്കൊള്ളട്ടെ, അവിടേക്ക് ഇറങ്ങി വന്ന് കരകയറ്റാൻ ദൈവത്തിന് കഴിയും. കരകയറ്റുക മാത്രമല്ല, കാലുകളെ സ്ഥിരമായ ഒരു പാറയിൽ ദൈവം നിർത്തും. ഗമനത്തെ ദൈവം സ്ഥിരമാക്കും. വായിൽ പുതിയൊരു പാട്ട്, പ്രിയപ്പെട്ടവരെ, വിലാപം മാറും. സന്തോഷത്തിൻ്റെ പുതിയൊരു പാട്ട് ദൈവം തരും. കരകയറ്റുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.